നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. UDFന്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര ആരംഭിക്കുന്നത് തിങ്കളാഴ്ച. പാലക്കാട് ജില്ലയിൽ 114 ഓർഡിനറി ബസ്സുകളിലായി 189 സർവീസുകൾ സൗജന്യ യാത്ര നൽകുന്ന ബസ്സുകളിൽ സ്റ്റിക്കർ പതിപ്പിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലക്കാട് ഡിപ്പോയിൽ നിന്ന് ഗുരുവായൂർ, പട്ടാമ്പി, ഒറ്റപ്പാലം ഭാഗത്തേക്കുള്ള എല്ലാ സർവീസിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ലഹരിക്കെതിരായ പോരാട്ടവും ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശവുമായി കാസർഗോഡ് നിന്ന് ആരംഭിച്ച വിളംബര റാലിക്ക് പാലക്കാട്ട് ഉജ്ജ്വല സ്വീകരണം. ഇതിഹാസ താരങ്ങളായ മെസ്സിയുടെയും നെയ്മറുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും വലിയ രൂപങ്ങൾക്ക് മുന്നിൽ നൃത്തമാടി ആവേശം കൊള്ളിച്ച റാലി VK ശ്രീകണ്ഠൻ MP ഫ്ലാഗ് ഓഫ് ചെയ്തു. സമൂഹത്തോടും വിദ്യാർത്ഥി യുവജനങ്ങളോടും സർക്കാരിന്റെ പ്രതിബദ്ധത എന്തെന്ന് വെളിപ്പെടുത്തുന്നതാണ് തൂഫാൻ. തൂഫാനെ സർക്കാർ മാത്രമല്ല സമൂഹമാകെ ഏറ്റെടുക്കണമെന്നും ഗ്രാമങ്ങൾ തോറും കളിക്കളങ്ങൾ സജീവമാക്കണമെന്നും VK ശ്രീകണ്ഠൻ MP. തമിഴ്നാട് സ്വദേശികളായ 2 കുട്ടികളും പിതാവും ഉൾപ്പെടെ 3 പേർ ഷൊർണൂർ ഭാരതപ്പുഴയിൽ അകപ്പെട്ടു. സംഭവം നടന്ന ഞായറാഴ്ച രാവിലെ 10 മണിയോടെ. വെള്ളത്തിൽ അകപ്പെട്ട കുട്ടികളെ രക്ഷിച്ചത് പിതാവിനെ രക്ഷപ്പെടുത്തിയത് നാട്ടുകാരും മുങ്ങൽ വിദഗ്ധനും ഫയർഫോഴ്സ് സംഘവും ചേർന്ന്. ഷൊർണൂരിൽ വീണ്ടും തെരുവുനായുടെ ആക്രമണം. മുതലിയാർ തെരുവ് മല്ലിശ്ശേരി പറമ്പ് പ്രദേശത്തെ 3 പേർക്ക് തെരുവുനായുടെ കടിയേറ്റു. 3 പേരും ഒറ്റപ്പാലം താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ തേടി. തെരുവുനായ്ക്കളെ പിടികൂടാൻ നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു. ഷൊർണൂർ കുളപ്പള്ളി പാതയുടെ തകർച്ച തുടർക്കഥയാകുന്നു. മഴ പെയ്തോടെ പാത തകർച്ച നേരിടാൻ തുടങ്ങി. പലയിടങ്ങളിലും കുഴികൾ രൂപപ്പെട്ടു. വാഹനയാത്ര ഏറെ ദുഷ്കരം. യാത്ര കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് ഇരുചക്ര വാഹനങ്ങളെ. കവളപ്പാറ പാതയിൽ വലിയ വാഹനങ്ങൾ കടന്നുപോയി വശം തകർന്നു. ഉടൻ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. പാലക്കാട് KSRTC ഡിപ്പോയിൽ നിന്ന് ബസ് കടത്തിയ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പ്രതികളെന്ന് സംശയിക്കുന്ന 2 പേർ ഡിപ്പോയ്ക്ക് സമീപം ബൈക്കിൽ വരുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. ബസ് മോഷ്ടിക്കപ്പെട്ടത് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ 2:50ഓടെ. പ്രതികൾ ഒളിവിലെന്ന നിഗമനത്തിൽ പോലീസ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. പാലക്കാട് ജില്ലയിൽ 114 ഓർഡിനറി ബസ്സുകളിലായി 189 സർവീസുകൾ സൗജന്യ യാത്ര നൽകുന്ന ബസ്സുകളിൽ സ്റ്റിക്കർ പതിപ്പിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലക്കാട് ഡിപ്പോയിൽ നിന്ന് ഗുരുവായൂർ, പട്ടാമ്പി, ഒറ്റപ്പാലം ഭാഗത്തേക്കുള്ള എല്ലാ സർവീസിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കും. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്കായി ജില്ലയിലെ KSRTC ഡിപ്പോകളിൽ ഉള്ളത് 114 ഓർഡിനറി ബസ്സുകളാണ്. പാലക്കാട് ഡിപ്പോയിൽ 52, ചിറ്റൂർ 20, വടക്കാഞ്ചേരി 21, മണ്ണാർക്കാട് 21 എന്നിങ്ങനെയാണ് ബസ്സുകളുള്ളത്. ആകെ 189 സർവീസുകളുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കുറവ് ഓർഡിനറി ബസ്സുകളുള്ളത് മലപ്പുറത്തും പാലക്കാട്ടുമാണ്. ഓർഡിനറിയുടെ വിവിധ വിഭാഗങ്ങളായ ലിമിറ്റഡ് സ്റ്റോപ്പ്, ടൗൺ ടു ടൗൺ ബസ്സുകളിലും സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാണ്. 15 രാവിലെ 9 പാലക്കാട് ഡിപ്പോയിൽ VK ശ്രീകണ്ഠൻ MP ജില്ലയിലെ ഉദ്ഘാടനം നിർവഹിക്കും. ബസിന്റെ മുൻവശത്ത് വെളുത്ത ബോർഡിൽ സ്ഥലപ്പേര് എഴുതിയിട്ടുള്ളത് കറുത്ത നിറത്തിലാണെങ്കിൽ അത് ഓർഡിനറി ബസ്സാണ്. വഴിയിൽ കൈ കാണിച്ചാൽ നിർത്താത്തത് ഇത്തരം ബസ്സുകളാണ്. സൗജന്യ യാത്ര നൽകുന്ന ബസ്സുകളിൽ സ്റ്റിക്കർ പതിപ്പിക്കുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ബോർഡിൽ സ്ഥലപ്പേര് ചുവന്ന നിറത്തിലാണെങ്കിൽ ഫാസ്റ്റ് പാസഞ്ചർ, പച്ചയാണെങ്കിൽ എക്സ്പ്രസ്, നീലയാണെങ്കിൽ ഡീലക്സ് എന്നിങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത്. ദീർഘദൂര ഓർഡിനറി സർവീസുകൾ ഇങ്ങനെ. പാലക്കാട് ഡിപ്പോയിൽ നിന്ന് തൃശൂർ, കോഴിക്കോട്, ബത്തേരി, മാനന്തവാടി എന്നിവിടങ്ങളിലേക്ക് ഓർഡിനറി സർവീസുകളുണ്ട്. 15 മിനിറ്റ് ഇടവിട്ട് തൃശൂരിലേക്കും കോഴിക്കോട്ടേക്കും ഓർഡിനറി സർവീസുകളുണ്ട്. ചിറ്റൂരിൽ നിന്നും തൃശൂരിലേക്കും കൽപ്പറ്റയിലേക്കും ഓരോ സർവീസുണ്ട്. വടക്കാഞ്ചേരിയിൽ നിന്നും തൃശൂരിലേക്ക് 4 സർവീസുണ്ട്. പാലക്കാട് ഡിപ്പോയിൽ നിന്ന് കോയമ്പത്തൂർ ഭാഗത്തേക്ക് ഓർഡിനറി സർവീസ് ഇല്ല. അതേസമയം ചിറ്റൂരിൽ നിന്ന് 1 മണിക്കൂർ ഇടവിട്ട് കോയമ്പത്തൂരിലേക്ക് ബസ്സുണ്ട്. പാലക്കാട് ഡിപ്പോയിൽ നിന്ന് അരമണിക്കൂർ ഇടവിട്ട് ചിറ്റൂർ വഴി പൊള്ളാച്ചിയിലേക്ക് ഓർഡിനറി ബസ് സർവീസ് നടത്തുന്നുണ്ട്. പാലക്കാട് ഡിപ്പോയിൽ നിന്ന് ഗുരുവായൂർ, പട്ടാമ്പി, ഒറ്റപ്പാലം ഭാഗത്തേക്കുള്ള എല്ലാ സർവീസും ഓർഡിനറിയാണ്. വടക്കാഞ്ചേരിയിൽ നിന്നും ഗുരുവായൂരിലേക്ക് 2 സർവീസുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലഹരിക്കെതിരായ പോരാട്ടവും ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശവുമായി കാസർഗോഡ് നിന്ന് ആരംഭിച്ച വിളംബര റാലിക്ക് പാലക്കാട്ട് ഉജ്ജ്വല സ്വീകരണം ലഭിച്ചു. ഇതിഹാസ താരങ്ങളായ മെസ്സിയുടെയും നെയ്മറിന്റെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും വലിയ രൂപങ്ങൾക്ക് മുന്നിൽ നൃത്തമാടി ആവേശം കൊള്ളിച്ച റാലി VK ശ്രീകണ്ഠൻ MPയാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. സമൂഹത്തോടും വിദ്യാർത്ഥികളോടുമുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധത എന്തെന്ന് വെളിപ്പെടുത്തുന്നതാണ് തൂഫാനെ സർക്കാർ മാത്രമല്ല സമൂഹമാകെ ഏറ്റെടുക്കണമെന്നും ഗ്രാമങ്ങൾ തോറും കളിക്കളങ്ങൾ ഉണ്ടാവണമെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു.
തലമുറ നശിച്ചാൽ സമൂഹം തന്നെ ഇല്ലാതാകുമെന്ന യാഥാർത്ഥ്യം യുവത തിരിച്ചറിയണം. രാസലഹരി എത്രത്തോളം കേരളത്തിനെ ത്രസിച്ചു കഴിഞ്ഞുവെന്നതിന്റെ തെളിവാണ് തൂഫാൻ നടപടിക്രമം. ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തതും സമൂഹത്തോടും വിദ്യാർത്ഥി യുവജനങ്ങളോടും സർക്കാരിന്റെ പ്രതിബദ്ധത എന്തെന്ന് വെളിപ്പെടുത്തുന്നതാണ് തൂഫാൻ. തൂഫാനെ സർക്കാർ മാത്രമല്ല സമൂഹമാകെ ഏറ്റെടുക്കണം. ഗ്രാമങ്ങൾ തോറും കളിക്കളങ്ങൾ സജീവമാകണമെന്നും MP VK ശ്രീകണ്ഠൻ പറഞ്ഞു. ഓൾ കേരള സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷനും കേരള പത്രപ്രവർത്തക യൂണിയനും ചേർന്ന് നടത്തിയ റാലിക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി, ടറഫ് ഓണേഴ്സ് അസോസിയേഷൻ, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ, ഫുട്ബോൾ അക്കാദമികൾ, ക്ലബ്ബുകൾ തുടങ്ങിയവരുടെ സഹകരണമുണ്ടായിരുന്നു. ഈ ലോകകപ്പിൽ ഏഷ്യയിൽ നിന്ന് പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ പതാകയുമായി ബൈക്ക് റാലിയും 48 രാജ്യങ്ങളുടെ പതാകയുമായി ജൂനിയർ കായിക താരങ്ങളും ലോകകപ്പിന്റെ ട്രയോണ്ട ഫുട്ബോളിന്റെയും വലിയ രൂപങ്ങളും ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. ചെറിയ കോട്ടമൈതാനത്ത് നടന്ന സമാപന സമ്മേളനത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് നോബിൾ ജോസ് അധ്യക്ഷത വഹിച്ചു. മുൻ ഇന്ത്യൻ താരം അബ്ദുൽ ഹക്കീം ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരവും മുൻകാല ഫുട്ബോൾ താരങ്ങൾക്ക് ആദരവും ഉണ്ടായി. AKSDA പ്രസിഡന്റ് മനോജ് സ്റ്റീഫൻ, ടറഫ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മിൻഹാജ് മേജർ, പാലക്കാട് നഗരസഭാ കൗൺസിൽ ഷുക്കൂർ, ഇറാം ഗ്രൂപ്പ് ഡയറക്ടർ അസൻ മുഹമ്മദ്, M ഉമ്മർ, K സംഗീർ, S പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തമിഴ്നാട് സ്വദേശികളായ 2 കുട്ടികളും പിതാവും ഉൾപ്പെടെ 3 പേർ ഷൊർണൂരിൽ ഭാരതപ്പുഴയിൽ അകപ്പെട്ടു. റെയിൽവേ പാലത്തിന് സമീപം ഞായറാഴ്ച രാവിലെ 10:30 മണിയോടുകൂടിയായിരുന്നു സംഭവം നടന്നത്. വെള്ളത്തിൽ അകപ്പെട്ട കുട്ടികളെ ആദ്യം പിതാവ് രക്ഷപ്പെടുത്തുകയായിരുന്നു. എന്നാൽ പിതാവിനെ നാട്ടുകാരും മുങ്ങൽ വിദഗ്ധനും ഫയർഫോഴ്സ് സംഘവും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. ഞായറാഴ്ച രാവിലെ 10:30 മണിയോടുകൂടിയായിരുന്നു സംഭവം. തമിഴ്നാട് സ്വദേശികളായ 2 കുട്ടികൾ ഭാരതപ്പുഴയിലെ ഷൊർണൂർ റെയിൽവേ പാലത്തിന് താഴെ വെള്ളത്തിൽ അകപ്പെടുകയായിരുന്നു. ഇതുകണ്ട് കുട്ടികളെ രക്ഷപ്പെടുത്താനിറങ്ങിയ പിതാവും ആദ്യം ഒഴുക്കിൽപ്പെട്ടിരുന്നു. പിന്നീട് 2 കുട്ടികളെയും പിതാവ് രക്ഷപ്പെടുത്തുകയായിരുന്നു. അതേസമയം വെള്ളത്തിലകപ്പെട്ട പിതാവിനെ നാട്ടുകാരും മുങ്ങൽ വിദഗ്ധനായ നിഷാദ് വരവൂരും ഷൊർണൂർ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇന്നൊരു 10:30 മണിക്ക് ഇവിടെ 2 പിള്ളേർ പെട്ടു. ആ പിള്ളേരെ എടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫാദർ, തമിഴന്മാരാണ്, ഫാദർ ചാടി പിള്ളേരെ തിരിച്ച് പുറത്തിട്ടു. പിന്നെ ഫാദർ കുടുങ്ങി. ഫാദറിനെ ഞങ്ങൾ വന്നിട്ടാണ് കയറ്റിയത്. ഒരു 3 ഇൻസിഡൻറ്റ് ഇന്ന് നടക്കേണ്ടതായിരുന്നു. എന്തോ ഭാഗ്യവശാൽ ഇതായി. അപ്പോൾ കുറച്ച് ഡേഞ്ചറസ് ഏരിയയാണ് ഒന്ന് കരുതിയിരിക്കുക. ഫയർഫോഴ്സ് ഓഫീസേഴ്സും പെട്ടെന്ന് തന്നെ എത്തുകയുണ്ടായി. ഭാരതപ്പുഴ ഭാഗത്തെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായി തമിഴ്നാട്ടിൽ നിന്നും എത്തിയതായിരുന്നു മൂവരും. പിന്നീട് പുഴ കാണാൻ എത്തിയതായിരുന്നു. കുട്ടികൾ അകപ്പെട്ടതോടെ ഹാർട്ട് പേഷ്യൻ്റ് കൂടിയായ 60-കാരനായ പിതാവ് കുട്ടികളെ വേഗം രക്ഷപ്പെടുത്തുകയായിരുന്നു. വയോധികന് പ്രാഥമിക ചികിത്സയും നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂരിൽ വീണ്ടും തെരുവുനായുടെ ആക്രമണം. മുതലിയാത്തെരുവ് മല്ലുശ്ശേരി പറമ്പ് പ്രദേശത്ത് 3 പേരെയാണ് നായ കടിച്ചിരിക്കുന്നത്. 3 പേരും ഒറ്റപ്പാലം താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിലെത്തി വാക്സിനേഷൻ എടുത്തു. തെരുവുനായ്ക്കളെ പിടികൂടാൻ സത്വര നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ഇതോടെ ശക്തമാവുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഷൊർണൂരിൽ വീണ്ടും തെരുവുനായ്ക്കളുടെ ആക്രമണമുണ്ടായത്. ഞായറാഴ്ച രാവിലെ 11:30 മണിയോടെ മുതലിയാർ തെരുവ് 21-ാം വാർഡിലെ മല്ലുശ്ശേരി പറമ്പ് പ്രദേശത്ത് 3 പേർക്ക് നായയുടെ കടിയേൽക്കുകയായിരുന്നു. ഇവർ റോഡിലൂടെ നടന്നു പോകുമ്പോഴായിരുന്നു നായയുടെ ആക്രമണമുണ്ടായത്. വാർഡ് കൗൺസിലർ ബിന്ദുവിന്റെ ഭർത്താവ് മണികണ്ഠനും കൃഷ്ണരാജ്, ശശികല എന്നിവർക്കുമാണ് കാലിൽ നായയുടെ കടിയേറ്റിരിക്കുന്നത്. കടിയേറ്റതിനെ തുടർന്ന് ചോര വാർന്നിരുന്നു. ഉടനെ തന്നെ 3 പേരും ഒറ്റപ്പാലം താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിലെത്തി വാക്സിനേഷൻ എടുക്കുകയായിരുന്നു. കടിയേറ്റ തെരുവുനായ ഒരു കാറിൻ്റെ മുൻവശത്തെ തട്ടിയതിനെ തുടർന്ന് പിന്നീട് ചാവുകയായിരുന്നു. ഇത്തരത്തിൽ പലയിടങ്ങളിലും തെരുവുനായ്ക്കൾ തമ്പടിച്ചതോടെ ജനങ്ങൾ ഭീതിയിലാണ്. തെരുവുനായ്ക്കളെ പിടികൂടാനുള്ള നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ കുളപ്പള്ളി പാത വീണ്ടും തകർച്ച നേരിടാൻ തുടങ്ങി. മഴ പെയ്തോടെ പലയിടങ്ങളിലും കൂടുതൽ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പാതയിലൂടെയുള്ള വാഹനയാത്രയും ഇതോടെ ദുഷ്കരമായി തീർന്നിരിക്കുകയാണ്. കൂടുതലും ബൈക്ക് യാത്രക്കാരാണ് ഏറെ ദുരിതത്തിൽ.
ഒരു ഇടവേളയ്ക്ക് ശേഷം ഷൊർണൂർ കുളപ്പള്ളി പാതയിൽ വീണ്ടും തകർച്ച നേരിടാൻ തുടങ്ങി. ഏതാനും മാസങ്ങൾക്ക് മുൻപ് തകർച്ച നേരിട്ട പാതയിൽ നവീകരണ പ്രവൃത്തികൾ നടത്തിയതായിരുന്നു. ഇപ്പോഴാകട്ടെ പാത വീണ്ടും തകർച്ചയായിട്ടുണ്ട്. മഴയ്ക്ക് മുൻപ് തന്നെ പാതയിൽ കുഴികൾ രൂപപ്പെട്ടിരുന്നു. മഴ പെയ്തതോടെ പലയിടങ്ങളിലും കൂടുതൽ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ചില ഭാഗങ്ങളിൽ വലിയ കുഴികളാണുള്ളത്. ഇതിൽ ചെളിവെള്ളം കെട്ടി നിൽപ്പുണ്ട്. ഗസിബോ ഹെറിറ്റേജിന് സമീപത്തായാണ് കൂടുതലും തകർച്ച നേരിട്ടിരിക്കുന്നത്. കൂടാതെ കുളഞ്ചേരിക്കുളം ഭാഗം തുടങ്ങിയ സ്ഥലങ്ങളിലും റോഡിൽ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. തകർച്ച കൂടുതലായതോടെ വാഹനയാത്രയും ദുഷ്കരമായിട്ടുണ്ട്. കൂടുതലായും ബൈക്ക് യാത്രക്കാരാണ് ഏറെ ദുരിതമനുഭവിക്കുന്നത്. വെള്ളമുള്ള കുഴികളിൽ അകപ്പെട്ട് അപകടങ്ങൾ വരാനും സാധ്യതയേറെയാണ്. കുഴികളിലൂടെ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ ദേഹത്തേക്കും ചെളിവെള്ളം തെറിക്കുന്ന സംഭവമുണ്ട്. മുൻപ് തകർച്ച നേരിട്ട പാത നവീകരിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പലവിധ സമരങ്ങളും നടത്തിയിരുന്നു. പ്രതിഷേധം ശക്തമായതോടെയാണ് പിന്നീട് പാതയിലെ തകർച്ച നേരിട്ട ഭാഗങ്ങളിൽ ടാറിംഗ് പ്രവൃത്തികൾ നടത്തിയിരുന്നത്. വീണ്ടും പാതയിൽ കുഴികൾ രൂപപ്പെട്ടതോടെ ഇനിയും പ്രതിഷേധങ്ങൾ ഉയരാനാണ് സാധ്യത. ന്യൂസ് സെന്റർ ഷൊർണൂർ. പാലക്കാട് KSRTC ഡിപ്പോയിൽ നിന്ന് ബസ് കടത്തിയ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പ്രതി ബസ് ഓടിച്ച് കട തകർത്തു പോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രതികൾ എന്ന് സംശയിക്കുന്ന 2 പേർ ഡിപ്പോയ്ക്ക് സമീപം ബൈക്കിൽ വരുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ബസ് മോഷണം നടന്നത് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ 2:50 പ്രതികളാണെന്ന് സംശയിക്കപ്പെടുന്നവർ ഒളിവിലാകാമെന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വണ്ടിക്കാര സ്ട്രീറ്റിന് സമീപം ബസ് കടത്തിക്കൊണ്ടുപോകുന്നതും ദൃശ്യത്തിലുണ്ട്. 2 പ്രതികൾ ഡിപ്പോയ്ക്ക് സമീപം ബൈക്കിൽ വരുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 2 പേരും നഗരത്തിൽ തന്നെ ഉള്ളവരാണെന്നാണ് സൂചന. സംശയിക്കപ്പെടുന്ന 2 പേരെ കുറിച്ച് പോലീസ് വ്യാപകമായ അന്വേഷണം നടത്തുന്നുണ്ട്. എന്നാൽ പ്രതികളെന്ന് സംശയിക്കുന്നവർ ഒളിവിലാണെന്നാണ് ടൗൺ സൗത്ത് പോലീസിന്റെ നിഗമനം. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ 2:50 KSRTC ഓർഡിനറി ബസ് ഡിപ്പോയിൽ നിന്നും കടത്തിയത്. 5:30 മംഗളം ടവറിൽ ബസ് ഒതുക്കിയിട്ട രീതിയിൽ കണ്ടെത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂരിൽ പൊതുവാൾ ജംഗ്ഷനിൽ നിന്നും കവളപ്പാറയിലേക്ക് പോകുന്ന പാതയുടെ ഒരു വശം ഇടിഞ്ഞു താഴ്ന്നു. വലിയ വാഹനങ്ങൾ കടന്നു പോയപ്പോഴായിരുന്നു റോഡിന്റെ വശം ഇടിയാൻ കാരണമായിരിക്കുന്നത്. ഉടൻ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കവളപ്പാറ, ത്രാങ്ങാലി, ആര്യങ്കാവ്, കൂനത്തറ ഭാഗങ്ങളിലേക്കുള്ള പ്രധാന പാതയിലാണ് വശം ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത്. സ്വകാര്യ ആയുർവേദ ആശുപത്രിക്ക് സമീപമായാണ് പാതയുടെ വശം 10 അടിയിലധികം നീളത്തിൽ ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത്. റോഡിനാകട്ടെ കോൺക്രീറ്റ് ഭിത്തിയില്ല. മഴയത്ത് നനഞ്ഞ് കുതിർന്നതാവാം ഇത്തരത്തിൽ വശം ഇടിയാൻ പ്രധാനമായും കാരണമായിരിക്കുന്നത്. വലിയ ടോറസ് വാഹനങ്ങൾ റോഡിന് സമീപത്തു കൂടി പോയപ്പോൾ വശം ഇടിയുകയായിരുന്നുവെന്നാണ് നാട്ടുകാരുടെ ഭാഷ്യം. ഇനി മറ്റു വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ ഈ ഭാഗത്തെ അപായ സൂചനയും നൽകിയിട്ടുണ്ട്. മഴ കൂടുതൽ കനക്കുന്നതോടെ റോഡ് കൂടുതൽ ഇടിഞ്ഞു താഴാനും സാധ്യതയുണ്ട്. ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ദിനംപ്രതി ഈ പാതയിലൂടെ കടന്നുപോകുന്നത്. റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇനി പുനർനിർമ്മിക്കേണ്ടതുണ്ട്. എത്രയും വേഗം ഈ പ്രവൃത്തികൾ നടപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് സെന്റർ ഷൊർണൂർ. വാരണാസിയിൽ SSF പട്ടാമ്പി ഡിവിഷൻ സാഹിത്യോത്സവത്തിന് തുടക്കമായി. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. വിവിധ ഇന മത്സരങ്ങളും അരങ്ങേറി. വാരണാസിയിലുള്ള ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലാണ് 2 ദിവസങ്ങളായി സംഘടിപ്പിച്ച 33ാമത് SSF പട്ടാമ്പി ഡിവിഷൻ സാഹിത്യോത്സവ പരിപാടിക്ക് തുടക്കമായത്. ലൈറ്റിംഗ് ദ ലെഗസി എന്ന പ്രമേയത്തിൽ സാഹിത്യോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. സമൂഹത്തിന് ദിശാബോധം നൽകുകയാണ് കഴിഞ്ഞ 32 വർഷങ്ങളായി SKSFന്റെ സാഹിത്യോത്സവം ചെയ്തു വരുന്നത്. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് കലാസാഹിത്യ ബോധം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ധാർമ്മികമായി മൂല്യം കൂടി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരിപാടി നടക്കുന്നത്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്കൊക്കെ ചില ലഹരികളുണ്ട്. ആ ലഹരികൾ നമ്മളെ ഏതെങ്കിലും പുറത്തുള്ള മെറ്റീരിയലുകൾ അകത്തേക്ക് ആക്കിയിട്ടുള്ള ലഹരിയല്ല നമുക്ക് വേണം. അത് നമ്മളെ നാശത്തിലേക്ക്. ചടങ്ങിൽ പ്രോഗ്രാം സമിതി ചെയർമാൻ മുഹമ്മദ് മുസ്തഫ മുഅനി അധ്യക്ഷത വഹിച്ചു. ഫിർദോസ് സഖാഫി കടവത്തൂർ സന്ദേശ പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ, TH ഫിറോസ് ബാബു, ഷംസുദ്ദീൻ ബുക്കാരി, അബ്ദുസമദ് സഖാഫി, അഹമ്മദ് സഖാഫി, ഫവാസ് സഖാഫി, മുഹമ്മദ് അലി മദനി, സൈനുദ്ദീൻ മാസ്റ്റർ, നജ്മുദ്ദീൻ സഖാഫി, അബൂബക്കർ മുസ്ലിയാർ, സ്വാലിഹ് അദനി,
തുടങ്ങിയവർ സംസാരിച്ചു. ഞായറാഴ്ച 7 വേദികളിലായിട്ടായിരുന്നു വിവിധ ഇന മത്സരങ്ങൾ അരങ്ങേറിയത്. തുതിയും സ്വലാവാത്തും ദീനാൽ തുടങ്ങുവാൻ ആശിക്കുടയവൻ. അല്ലെങ്കിൽ മുൻ UPA സർക്കാരിന്റെ പ്രധാന പദങ്ങൾ അലങ്കരിച്ചിരുന്ന പലരും ഇന്ന് EDയുടെയും മറ്റും റേഡിയും രാഷ്ട്രീയ അടിച്ചമർത്തലുകളിലേക്കും നീങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ജനാധിപത്യം എന്നത് നാം കേട്ടുകേൾവി മാത്രമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് പോലും നിലനിൽക്കുന്നത്. 2 ദിവസങ്ങളായി സംഘടിപ്പിച്ച സാഹിത്യോത്സവ പരിപാടിയിൽ 1000ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ബ്രസീൽ ഫാൻസിന് മറുപടിയുമായി കവളപ്പാറയിൽ അർജന്റീന ഫാൻസ് രംഗത്ത്. കവളപ്പാറ മിഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ അർജന്റീന ആരാധകരാണ് 100 അടി വരുന്ന ഫ്ലെക്സ് ബ്രസീൽ ഫാൻസ് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡിന് സമീപത്തായി രംഗത്തെത്തിയിരിക്കുന്നത്. ബ്രസീൽ ഫാൻസ് കഴിഞ്ഞ ദിവസം 100 അടി വരുന്ന പടുകൂറ്റൻ ഫ്ലെക്സ് ബോർഡ് പ്രദേശത്ത് സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇതിന് മറുപടിയുമായാണ് അർജന്റീന ഫാൻസ് ബ്രസീൽ ഫാൻസ് ബോർഡിന് സമീപത്തായി 100 അടി ഫ്ലെക്സ് ഉയർത്തിയത്. 100 അടി ഫ്ലെക്സ് ബോർഡാണ് മിഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ അർജന്റീന ഫാൻസ് ഇവിടെ ഉയർത്തി ബ്രസീൽ ഫാൻസിന് മറുപടി നൽകിയത്. ഷൊർണൂർ നഗരസഭയിലെ 10ാം വാർഡ് പ്രദേശത്തെ അർജന്റീന ഫാൻസിന്റെ കൂട്ടായ്മയിലാണ് കവളപ്പാറ സ്കൂളിന് സമീപത്തായി 100 അടി ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. ഫ്ലെക്സിന് സമീപത്തായി അർജന്റീനയുടെ കൊടിത്തോരണങ്ങളും ആരാധകർ ഉയർത്തിയിട്ടുണ്ട്. സൗഹൃദങ്ങൾക്കിടയിലും കടുത്ത വീറിലും വാശിയിലുമാണ് അർജന്റീന ഫാൻസും ബ്രസീൽ ഫാൻസും. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂരിൽ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയനിൽ നിന്നും വിരമിച്ചവർക്ക് യാത്രയയപ്പ് നൽകി. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷാ വിജയികളായവരെ അനുമോദിക്കലും യാത്രയയപ്പ് നൽകിയ വിരമിക്കുന്നവരെ ആദരിക്കുകയും ഉണ്ടായിരുന്നു. യാത്രയയപ്പ് സമ്മേളനം ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷയിൽ വിജയിച്ച റെയിൽവേ ജീവനക്കാരുടെ കുട്ടികൾക്കുള്ള സ്നേഹോപഹാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ ഷൊർണൂർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലായിരുന്നു യാത്രയയപ്പ് നടത്തിയത്. യാത്രയയപ്പ് നൽകി പോകുന്നവരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. ഷൊർണൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ ഷൊർണൂർ ബ്രാഞ്ച് പ്രസിഡന്റ് ടി രാജേഷ് അധ്യക്ഷത വഹിച്ചു. എരിഞ്ഞമങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രധാനാധ്യാപകൻ സ്റ്റീഫൻ ചാണ്ടി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. DRU കേന്ദ്ര കമ്മിറ്റി നേതാക്കളായ RG പിള്ള, PB അനിൽകുമാർ, പാലക്കാട് ഡിവിഷൻ പ്രസിഡന്റ് P രഘുനാഥൻ, AILRSA ഡിവിഷൻ വർക്കിംഗ് പ്രസിഡന്റ് KK കേശവൻ, DRPU ഡിവിഷൻ സെക്രട്ടറി R മണി, ബ്രാഞ്ച് ട്രഷറർ ജോഷി അഗസ്റ്റ്യൻ, സെക്രട്ടറി കിരൺ ദാസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ റെയിൽവേ ജീവനക്കാരും കുടുംബാംഗങ്ങളും സംബന്ധിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. വിദ്യാഭ്യാസ കൂട്ടായ്മയായ പറളി വിദ്യാർത്ഥി മിത്രത്തിൻ്റെ നേതൃത്വത്തിൽ പറളി മസ്ജിദുൽ മുജാഹിദീൻ മഹല്ല് പരിധിയിൽ SSLC +2 മദ്രസ പൊതുപരീക്ഷ എന്നിവയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു. അനുമോദന ചടങ്ങ് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെ നമ്മുടെ പൊതുധാരയിലേക്ക് എത്തിക്കാൻ പാവപ്പെട്ടവരുണ്ടാവും. എല്ലാ വീട്ടിലും ഒരുപോലെ കഴിവുണ്ടാവില്ല. പക്ഷെ അവരെയൊക്കെ ചേർത്ത് പിടിച്ച് ഭാവിയിൽ പാവപ്പെട്ടവരൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു മുൻകരുതലാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പം അതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച് ഇത്രയും വിപുലമായിട്ട് ഇങ്ങനെ 15 പേർക്ക് ധനസഹായം ചെറിയ കാര്യമില്ല. ഞാൻ പലയിടത്തും മുമ്പ് കൊച്ചു കുട്ടികളൊന്ന് പറയും, അങ്കിൾ എനിക്ക് പഠിക്കാൻ പുസ്തകം കിട്ടിയിട്ടില്ല. ഒരു കുട്ടി ഇന്നലെ വെള്ളിനേഴി പോയപ്പോൾ രാത്രി 8 മണിക്കാണ്. അപ്പോൾ അവിടെ വന്നു, അവരുടെ അമ്മാമനാണ് ഈ കുട്ടി കൊണ്ടുവന്നത്. ഇവൾ ഓടി വന്ന് പറഞ്ഞു, എനിക്ക് ബാഗും യൂണിഫോമും ഇല്ലാത്തതുകൊണ്ട് സ്കൂളിൽ പോകാൻ വരെ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ വെച്ചു, നീ ആരോട് പറഞ്ഞില്ല? ഞാൻ ഹെഡ്മാസ്റ്ററോട് പറഞ്ഞു. ഹെഡ്മാസ്റ്റർ ഇതുവരെ ഒന്നും ചെയ്തില്ല. വിദ്യാർത്ഥി മിത്രം ചെയർമാൻ ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. പോലീസ് സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് അലി, റിട്ടയർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ സുൽഫിക്കർ, വിദ്യാർത്ഥി മിത്രം പ്രതിനിധി KM അബ്ദുൾ സത്താർ, റിട്ടയർഡ് പ്രൊഫസർ അബ്ദുൾ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. മോട്ടിവേഷൻ സ്പീക്കർ അബ്ദുൾ റസാഖ് കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി. VK ശ്രീകണ്ഠൻ MP പ്രോഗ്രാം കോർഡിനേറ്റർ ഹബീബുർ റഹ്മാൻ, PA അബൂബക്കർ, ഇല്യാസ്, മുസ്തഫ ഫറളി, മുജീബ് റഹ്മാൻ എന്നിവർ വിദ്യാർത്ഥികൾക്ക് മെമന്റോ വിതരണം ചെയ്തു. പ്രോഗ്രാം കമ്മിറ്റി കോർഡിനേറ്റർ അബ്ദുൾ റബ്ബ് മാസ്റ്റർ സ്വാഗതവും ഷിഹാബ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഒറ്റപ്പാലം നഗരസഭ 3ാം വാർഡിൽ ഈ വർഷം SSLC +2 വിജയിച്ചവരെ ആദരിച്ചു.
അനുമോദന സദസ്സ് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ PR ശോഭന അധ്യക്ഷയായിരുന്നു. സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ നാരായണൻകുട്ടി സ്വാഗതം പറഞ്ഞു. ഹുസ്ന ചടങ്ങിന് നന്ദിയും പറഞ്ഞു. മങ്കര മഞ്ഞക്കര വേല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് മലയാള വിഭാഗം പ്രൊഫസർ ഡോക്ടർ KP രവീന്ദ്രൻ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഈ ഗ്രാമത്തിലെ വളർന്നു വരുന്ന പുതിയ തലമുറയിലെ കുട്ടികളുടെ മികച്ച വിജയം നേടിയ അല്ലെങ്കിൽ SSLCക്കും +2നും വിജയം നേടി അടുത്ത പടവിലേക്ക് ജീവിതത്തിന്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ അടുത്ത പടവിലേക്ക് പ്രവേശിക്കുന്ന പുതിയ തലമുറയുടെ കൂടെ അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ അവസരം കിട്ടി എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം. തീർച്ചയായിട്ടും പ്രഭാഷണത്തിന് ഒരു പ്രശ്നമുണ്ട്. പ്രഭാഷണം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഈ 25 വയസ്സിന് താഴെയുള്ള നമ്മൾ ഈ ജെൻസി എന്നൊക്കെ പറയുമല്ലോ, ജെൻസി എന്നൊക്കെ പറയുന്ന അല്ലെ ആൾക്കാരെ സംബന്ധിച്ച് അത്ര സുഖമുള്ള ഒരു കാര്യമല്ല, അവരത്ര സഹിച്ചു തരുന്ന ഒരു കാര്യമല്ല. വേല കമ്മിറ്റി രക്ഷാധികാരി EP സുരേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർപേഴ്സൺ S ജിൻസി, വാർഡംഗം ശ്രീലക്ഷ്മി, വേല കമ്മിറ്റി സെക്രട്ടറി CK ചന്താമരാക്ഷൻ, പ്രസിഡന്റ് SV ഹരിദാസൻ, CK ദിനേശ്, പ്രത്യക്ഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ A+ നേടിയ വിദ്യാർത്ഥികളെയും വിജയിച്ച SSLC +2 വിദ്യാർത്ഥികളെയും LSS നേടിയ കുട്ടികളെയും ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ DJ അമ്യൂസ്മെന്റ് ഉടമ CK ദിനേശ് കുമാർ, പ്രമുഖ ഗിത്താറിസ്റ്റ് അധ്യാപകനുമായ പ്രത്യക്ഷ് മാസ്റ്റർ, പ്രശസ്ത കലാകാരൻ ശിവദാസ് വെള്ളോലി തുടങ്ങിയവരെ ആദരിച്ചു. തുടർന്ന് മഞ്ഞക്കരയിലെ വനിതകളുടെ തിരുവാതിരക്കളിയും നടന്നു. രാത്രി പ്രമുഖ ചാനൽ താരങ്ങൾ പങ്കെടുത്ത മെഗാ സ്റ്റേജ് ഷോയും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDFന്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര ആരംഭിക്കുന്നത് തിങ്കളാഴ്ച. പാലക്കാട് ജില്ലയിൽ 114 ഓർഡിനറി ബസ്സുകളിലായി 189 സർവീസുകൾ സൗജന്യ യാത്ര നൽകുന്ന ബസ്സുകളിൽ സ്റ്റിക്കർ പതിപ്പിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലക്കാട് ഡിപ്പോയിൽ നിന്ന് ഗുരുവായൂർ, പട്ടാമ്പി, ഒറ്റപ്പാലം ഭാഗത്തേക്കുള്ള എല്ലാ സർവീസിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ലഹരിക്കെതിരായ പോരാട്ടവും ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശവുമായി കാസർഗോഡ് നിന്ന് ആരംഭിച്ച വിളംബര റാലിക്ക് പാലക്കാട്ട് ഉജ്ജ്വല സ്വീകരണം. ഇതിഹാസ താരങ്ങളായ മെസ്സിയുടെയും നെയ്മറുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും വലിയ രൂപങ്ങൾക്ക് മുന്നിൽ നൃത്തമാടി ആവേശം കൊള്ളിച്ച റാലി VK ശ്രീകണ്ഠൻ MP ഫ്ലാഗ് ഓഫ് ചെയ്തു. സമൂഹത്തോടും വിദ്യാർത്ഥി യുവജനങ്ങളോടും സർക്കാരിന്റെ പ്രതിബദ്ധത എന്തെന്ന് വെളിപ്പെടുത്തുന്നതാണ് തൂഫാൻ. തൂഫാനെ സർക്കാർ മാത്രമല്ല സമൂഹമാകെ ഏറ്റെടുക്കണമെന്നും ഗ്രാമങ്ങൾ തോറും കളിക്കളങ്ങൾ സജീവമാക്കണമെന്നും VK ശ്രീകണ്ഠൻ MP. തമിഴ്നാട് സ്വദേശികളായ 2 കുട്ടികളും പിതാവും ഉൾപ്പെടെ 3 പേർ ഷൊർണൂർ ഭാരതപ്പുഴയിൽ അകപ്പെട്ടു. സംഭവം നടന്ന ഞായറാഴ്ച രാവിലെ 10 മണിയോടെ. വെള്ളത്തിൽ അകപ്പെട്ട കുട്ടികളെ രക്ഷിച്ചത് പിതാവിനെ രക്ഷപ്പെടുത്തിയത് നാട്ടുകാരും മുങ്ങൽ വിദഗ്ധനും ഫയർഫോഴ്സ് സംഘവും ചേർന്ന്. ഷൊർണൂരിൽ വീണ്ടും തെരുവുനായുടെ ആക്രമണം. മുതലിയാർ തെരുവ് മല്ലിശ്ശേരി പറമ്പ് പ്രദേശത്തെ 3 പേർക്ക് തെരുവുനായുടെ കടിയേറ്റു. 3 പേരും ഒറ്റപ്പാലം താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ തേടി. തെരുവുനായ്ക്കളെ പിടികൂടാൻ നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു. ഷൊർണൂർ കുളപ്പള്ളി പാതയുടെ തകർച്ച തുടർക്കഥയാകുന്നു. മഴ പെയ്തോടെ പാത തകർച്ച നേരിടാൻ തുടങ്ങി. പലയിടങ്ങളിലും കുഴികൾ രൂപപ്പെട്ടു. വാഹനയാത്ര ഏറെ ദുഷ്കരം. യാത്ര കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് ഇരുചക്ര വാഹനങ്ങളെ. കവളപ്പാറ പാതയിൽ വലിയ വാഹനങ്ങൾ കടന്നുപോയി വശം തകർന്നു. ഉടൻ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. പാലക്കാട് KSRTC ഡിപ്പോയിൽ നിന്ന് ബസ് കടത്തിയ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പ്രതികളെന്ന് സംശയിക്കുന്ന 2 പേർ ഡിപ്പോയ്ക്ക് സമീപം ബൈക്കിൽ വരുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. ബസ് മോഷ്ടിക്കപ്പെട്ടത് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ 2:50ഓടെ. പ്രതികൾ ഒളിവിലെന്ന നിഗമനത്തിൽ പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.